ഇന്ന് എത്ര പേര് ജോയിൻ ചെയ്തു? 18 പേരല്ലേ? എങ്ങനെ? അല്ല, ഇന്ന് എത്ര പേര് ജോയിൻ ചെയ്തിട്ട് നോക്കിയതായിരുന്നു. ആ കൂടി വരും ഇനി. അതെ അതെ, മെഡിറ്റേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പത്തിനും കൂടി വരും. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാല്ലേ ഇന്നത്തെ. അപ്പൊ എന്താണ് എല്ലാവരുടെ വിശേഷമൊക്കെ എന്താണ്? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, എല്ലാവരും കണ്ടിട്ടോ, ഐ ലവ് ജപ്പാൻ. അപ്പൊ ഈ ടോപ്പിക്ക് ഞാൻ സ്റ്റാറ്റസ് വെച്ചപ്പോൾ കുറച്ച് പേർക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചാൽ. അത് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ഉള്ളവരൊന്നല്ലാട്ടാ, അല്ലാണ്ട് ഉള്ള കോണ്ടാക്റ്റിലുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ടായത് എന്താ സംഭവം, ജപ്പാൻ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജപ്പാനിലെ ലൈഫ് സ്റ്റൈലുകളെ കുറിച്ചാണ്. അതായത് ജപ്പാൻകാർക്ക് ഒരുപാട് ഒത്തിരി നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒത്തിരി നല്ല ജീവിത രീതികൾ ജപ്പാനിലെ ആളുകൾക്ക് ഉണ്ട്. അപ്പോ അതിനെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക് കേട്ടാ. അപ്പോ ജപ്പാൻ എന്ന് കേൾക്കുമ്പോ നമ്മളൊക്കെ സ്കൂളുകളിൽ തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ കേട്ടിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലെ ജപ്പാൻ. എന്താണത്? ആരെങ്കിലും പറയോ? മറ്റേ അവിടെയല്ലേ മറ്റേ ഹിരോഷിമ അതെ നാഗസാക്കി? അതെ 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 അതെ, നമ്മൾ സ്കൂളിൽ ഹിസ്റ്ററിയിലൊക്കെ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ജപ്പാനില് ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് അമേരിക്ക ബോംബ് വർഷിച്ച കാര്യങ്ങളും ഒക്കെ നമ്മൾ ഭയങ്കര ഒരു സംഭവമായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്നിട്ട് ഇത്തരം നാശനഷ്ടങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ ആവേശകരമായിട്ട് മുന്നോട്ട് വന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് അവരുടെ ആ ഒരു സെൽഫ് ഡിസിപ്ലിനും അവരുടെ ആ ഒരു കഠിനാധ്വാനം കൊണ്ടൊക്കെ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്നവരാണ് ജപ്പാനിലെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തില് നമ്മൾക്ക് എന്താണ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി നല്ല ഹാബിറ്റ്സുകൾ ജപ്പാനിലെ ആളുകൾക്ക് ഉണ്ട്. നമുക്ക് മാതൃകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി കാര്യങ്ങൾ പ്രചോദനമാണ്. നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ജപ്പാൻകാരുടെ ആ ഒരു ശീലങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, എന്നാലും ഒന്നും കൂടെ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോ ഈ ജപ്പാനിലത്തെ ആവറേജ് അവരുടെ ആയുസ് എന്ന് പറയുന്നത് ജപ്പാനിലെ മൊത്തത്തിൽ പറയണെങ്കിൽ 81.91. പുരുഷന്മാരുടെ ആയുസ് എന്ന് പറയുന്നത് അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 81.91 ആണെന്നാണ് പറയുന്നത്, പെർസെന്റേജ് ആണെന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ ആണെങ്കിൽ 87.97% ആണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ജപ്പാനിലെ ആളുകൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ അവർക്ക് ഇങ്ങനെ ഭയങ്കര തടിയുള്ള ആൾക്കാർ, പൊണ്ണത്തടിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. 4% ഒക്കെ ഉള്ളൂ ജപ്പാനിൽ. ഒരുവിധം എല്ലാവർക്കും മെലിഞ്ഞ ശരീരപ്രകൃതിയാണ് ഉള്ളത്. ഇനി ഈ ജപ്പാനിൽ ഒരു ദ്വീപ് ഉണ്ട്, ഒക്കിനാവ എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒക്കിനാവ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഒരു ബുക്ക് ഉണ്ടല്ലേ, ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ട്, ജപ്പാനിൽ. അതിൽ ഈ ഒക്കിനാവയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഈ ഒക്കിനാവ എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാര് കുറച്ചും കൂടെ സ്പെഷ്യൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ വയസ്സെന്ന് പറയുന്നത്, ആയുസ് എന്ന് പറയുന്നത് 94 വയസ്സാണ്. ആവറേജ് എല്ലാവരും 94 വയസ്സാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 100 വയസ്സില് മേലുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. 100,000 അടുത്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. 100 വയസ്സ്, അത് 110, 100 മുതൽ 120 വരെ ആ ഒരു ഇടയിൽ വയസ്സുള്ള ആൾക്കാർ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് പേര്, 100ൽ കൂടുതലുള്ളവർ 100,000. അവരുടെ ജനസംഖ്യയുടെ ഇത് എടുത്തിട്ട് നോക്കുമ്പോൾ 100,000 അടുത്ത് 100 വയസ്സിന് മേലെയുള്ള ആളുകൾ ഉണ്ടെന്നാണ് അവിടെ. അപ്പൊ നമ്മൾ വിചാരിക്കും 100 വയസ്സിനുള്ള മേലെ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഒരു അപ്പാപ്പനെ എനിക്ക് ഓർമ്മ വരാൻ, ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് എന്താണ് ഓർമ്മയൊന്നും ഇല്ലാണ്ട് സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് നടക്കുന്ന ഒരു ഇതായിരിക്കും നമ്മളുടെ ഇവിടുത്തെ ഇതനുസരിച്ച് നമുക്ക് തോന്നുക. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 100 വയസ്സിന് മേലുള്ള ആൾക്കാരും എന്താണ് വളരെ ചുറുചുറുക്കോടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കുന്നവരാണ് ഈ ഒക്കിനാവ എന്ന് പറഞ്ഞിട്ടുള്ള, ജപ്പാനിലെ ഈ ഒക്കിനാവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേസിലുള്ള ആൾക്കാർ. ഇപ്പൊ 2025 സെപ്റ്റംബറിൽ ഒരു ഇതുണ്ടായിരുന്നു, അത് കണക്കെടുപ്പുണ്ടായിരുന്നു. അതില് ഏകദേശം ആ ഒരു കണക്കിന് ഞാൻ പറഞ്ഞിട്ട് 100,000 അടുത്തുണ്ടെന്ന്. 99,000 സംതിങ് ആൾക്കാര് 100,000 99,000 സംതിങ് ആൾക്കാർ എന്താണ് 100 വയസ്സിന് മേലെയുള്ള ആൾക്കാർ ജപ്പാനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ജപ്പാന്റെ ഇത് 55ാമത്തെ റെക്കോർഡാണെന്നാണ് ഈ 2025 സെപ്റ്റംബറിൽ ആ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്. 110നും 120നും ഇടയിലുള്ള ആൾക്കാരുള്ള ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും
ഉള്ള ഒരു രാജ്യമാണ് ഈ ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്ലേസ്. അതിലെ ലോകാരോഗ്യ സംഘടന അതിനെ ബ്ലൂ സോൺ എന്നൊക്കെയാണ് ആ ഒരു ഇതിനെ അവര് അതിനെ പറയുന്നതൊക്കെ. അപ്പോ ഈ ഇക്കിഗായ് എന്ന് പറയുന്നത് ഈ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇക്കിഗായ് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല. അതല്ലേ. അപ്പൊ ഈ ഇക്കിഗായ് ആണ് എന്താണ് വായിച്ചിട്ടുണ്ട് എന്ന് പറയാം. വായിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകം എന്ന് പറയുന്നത് തന്നെ ഈ ജപ്പാനിലെ ഈ ഒക്കിനാവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ദീർഘായുസോടെ ഒക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ജപ്പാനിലെ ഈ ഒക്കിനാവയില് ഉള്ള ആളുകളെ പോലെ ആവണം എന്നുള്ള ഒരു ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഈ ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത്. നമ്മളുടെ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ ഒത്തിരി പേര് ഈ ബുക്ക് വായിച്ച ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ റീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയമാണല്ലേ. അപ്പൊ ആമസോണിലൊക്കെ ഒരുപാട് സെയിൽ നടന്നിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ കേട്ടാ ഈ ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ഈ ഇക്കിഗായ് എഴുതിയിട്ടുള്ളത് രണ്ടാളുകളാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒക്കിനാവ എന്ന് പറയുന്നത് എന്താണ് 100 വയസ്സിന് മേലുള്ള ആൾക്കാർ ഒത്തിരി പേര് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ എന്താണ് ഇതിന്റെ സീക്രട്ട്, എന്താണ് അവർ അവിടെ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ പോയിട്ട് ഇങ്ങനെ താമസിച്ചിട്ട് അവരെ പഠിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ രണ്ടാളുകൾ പോയിട്ട് ഈ ഒക്കിനാവയിൽ പോയിട്ട് താമസിച്ചിട്ട് അവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കി മുതിർന്ന ആളുകളോടൊക്കെ അവരുടെ ഓരോ ശീലങ്ങളും ഹാബിറ്റ്സുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇന്റർവ്യൂ ചെയ്തിട്ടൊക്കെ അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ഇക്കിഗായ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചല്ല ഞാൻ ഇക്കിഗായുടെ ഇതല്ല ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. മൊത്തത്തില് ജപ്പാനിലെ ആൾക്കാരുടെ ഈ ഹാബിറ്റ്സിനെ കുറിച്ചാണ്, ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ്, അവര് പരമ്പരാഗതമായിട്ട് അവര് ചെയ്തു പോരുന്ന ചില ശീലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന്റെ പർപ്പസ് എന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ബുക്കാണ്. ഇതിന്റെ ഒരു കുട്ടികൾക്കായിട്ട്, അതായത് ടീനേജേഴ്സിന് മാത്രമായിട്ട് ഇക്കിഗായുടെ ഒരു ബുക്ക് ഉണ്ട്. അത് ഇങ്ങനെ ഇക്കിഗായ് കൗമാരക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ പിക്ചർ ഞാൻ അയക്കാം. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ ഈ ടീനേജേഴ്സിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ അങ്ങനത്തെ ബുക്കൊക്കെ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. നമുക്ക് ജീവിതത്തിന്റെ ആ ഒരു ദിശ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ജപ്പാനിലെ മൊത്തം ആൾക്കാരുടെ കുറച്ച് ശീലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റിനെ കുറിച്ചാണ്. ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഓരോ നേരത്തെ ഭക്ഷണത്തിലും പലതരത്തിലുള്ള വിഭവങ്ങൾ അവർ ഉൾപ്പെടുത്തുന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഐറ്റം ആയിരിക്കും, അത് തന്നെ കുറെ എടുത്ത് അങ്ങോട്ട് കഴിക്കും. അവര് അങ്ങനെയല്ല. അവരെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചോറ് കഴിക്കുന്നവരാണ്. ഇപ്പൊ ചോറാണെങ്കിൽ ഒരു പാത്രത്തിൽ ചോറ് കഴിക്കാനായിട്ട് ഒരു വലിയ പാത്രം, അതിൽ കുറച്ച് ചോറ് പിന്നെ പറയുന്നത് അവർക്ക് ഇങ്ങനെ 3-5 പാത്രങ്ങൾ, കുഞ്ഞി പാത്രങ്ങൾ വേറെ ഉണ്ടാവുന്നതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പലതരത്തിലുള്ള വിഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പലതരത്തിലുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അവര് സസ്യാഹാരങ്ങള്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ, പിന്നെ അവരുടെ മെയിൻ ആയിട്ട് അവരുടെ സീ ഫുഡ് ആണെന്നാണ് പറയുന്നത്, ഫിഷ്, മാംസ്യങ്ങൾ, അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അവർ വ്യത്യസ്ത, അതും കുറച്ച് ക്വാണ്ടിറ്റിയാണ്, കുറെ ഇങ്ങനെ കഴിക്കല്ല, എല്ലാം കുറച്ചിശെ. ചോറായാലും വളരെ കുറച്ച്. നമ്മളൊക്കെ ചോറിന്റെ ഒരു കൂമ്പാരം ഇടും, എന്നിട്ട് കുറച്ച് കറി ഒഴിക്കും, അങ്ങനെയാണല്ലോ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചോറ് കഴിക്കണമെങ്കിൽ തന്നെ കുറച്ച് ചോറും പിന്നെ വ്യത്യസ്ത വിഭവങ്ങൾ, അതായത് പോഷകങ്ങൾ, ഇലക്കറികൾ, അങ്ങനെ ആയിട്ടുള്ള പലതരത്തിലുള്ള വിഭവങ്ങൾ, അതാണ് അവരുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കാലഘട്ടം ടെക്നോളജി ഒക്കെ മാറിയപ്പോ ന്യൂജനൊക്കെ ചിലപ്പോ ഇതൊക്കെ മറ്റേ ഫാസ്റ്റ് ഫുഡിലേക്കും ഇതിലേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടി എന്താണ് ജപ്പാനിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ, കുറെ ലൈഫ് സ്റ്റൈലുകളൊക്കെ ഇപ്പോഴും അവര് പിന്തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് അവരുടെ ഒരു ഹീറ്റിംഗ് ഹാബിറ്റിൽ വരുന്ന ഒരു കാര്യം. ഇന്നത്തെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഹീറ്റിംഗ് ഹാബിറ്റ് എന്ന് വെച്ചാൽ അവര് 80% മാത്രം അവരുടെ വയറ് നിറയ്ക്കുള്ളൂ. അതിന് അവർ പറയുന്ന ഒരു വാചകമുണ്ട്, ഹാര ഹാച്ചിബു. ഹാര എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറെന്നാണ്, ഹാര ഹാച്ചിബു.
അതായത് വയറിന്റെ 80% മാത്രം നിറയ്ക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ കഴിച്ച് ഒരു ഒരു വിധിയിലെത്തുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കഴിക്കണം. അപ്പോഴാണ് നമുക്ക് വയറ് നിറയാൻ പോണുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അല്ലെ, വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഒരു 80% കഴിച്ചിട്ട് പിന്നെ ഇനി അടുത്തത് കുറച്ചും കൂടെ കഴിക്കണം എന്ന് നമുക്ക് തോന്നുന്നിടത്ത് വെച്ചിട്ട് കുറച്ചും കൂടെ മറ്റേ ഇന്നസെന്റ് മറ്റേ സിനിമയിലൂടെ കുറച്ചുകൂടെ കഴിക്കണം എന്ന് തോന്നുന്നോട് ആ സമയത്ത് വെച്ചിട്ട് നമ്മള് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഹാര ഹാച്ചിബു എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരും ഉമ്മമാരൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കില്ല. ഇപ്പൊ മക്കളൊക്കെ എന്റെ മക്കളൊക്കെ കാണുമ്പോ ഉമ്മ പറയും, എന്താണ് അതിന്റെ വയറ് കെടുക്കണത്, കിടാവിന്റെ വയറൊന്ന് നോക്കിയേ എന്നൊക്കെ പറയും. അവര് അത്യാവശ്യം നല്ല ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ വയറ് വീർത്തിരിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ്. അതുപോലെ നമ്മളൊരു വീട്ടിലേക്കൊക്കെ വിരുന്നൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉള്ളവര് നമ്മളെന്താണ് കുറെ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞ് നമ്മളപ്പോ അവരുടെ സ്നേഹം കാണുമ്പോ വയറ് നിറച്ച് കഴിക്കും അല്ലെ. പക്ഷെ ജപ്പാനിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ശീലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വിരുന്ന് പോയാലും എവിടെ ആയാലും ഹാര ഹാച്ചി, അതായത് വയറിന്റെ 80% എത്ര നല്ല ഫുഡ് ആയാലും കഴിക്കാന്നുള്ളതാണ് അവരുടെ ഒരു ഈറ്റിംഗ് ഹാബിറ്റിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് നന്നായിട്ട് ചവച്ചരച്ച് മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കാന്നുള്ളതാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ ഇത്. പക്ഷെ നമ്മൾക്കൊന്നും സമയമില്ല ചവച്ചരച്ച് കഴിക്കാൻ. വിഴുങ്ങിയിട്ടാണ് നമ്മളൊക്കെ ഓടിപ്പോണത്. അപ്പൊ എന്താണ് അപ്പൊ ഈ ചവച്ചരക്കാന്ന് പറയുമ്പോ തന്നെ ശരിക്കും നമ്മളുടെ ഡൈജഷൻ നമ്മുടെ വായിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് നമ്മുടെ ഉമിനീരുമായിട്ട് ഫുഡ് മിക്സ് ആയിട്ട് ആ ഒരു ഡൈജഷൻ നമ്മുടെ വായിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ അതിങ്ങനെ ചവച്ചരച്ച് സാവധാനത്തിൽ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവര് ടൈം എടുക്കണം. പിന്നെ അവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു വാചകം പറയും, ഇട്ടാഡ കിമാസ് എന്നാണ് അത് ജപ്പാനില്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നന്ദിയോടെ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നന്ദി എന്ന് പറയുന്നത് ഭയങ്കര വൈഡർ ആയിട്ടുള്ള ഒരു നന്ദിയാണ്. വെറുതെ ഒരു നന്ദി പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കല്ല, ഭയങ്കര ഒരു വൈഡർ ആയിട്ടുള്ള ഒരു മീനിങ്, ആ ഒരു മനോഭാവം അത് ആ കുട്ടിക്ക് ചെറുപ്പത്തിലേ തന്നെ കുട്ടികളെ ശീലിപ്പിക്കുന്നുള്ളത്. അതായത് ഇട്ടാഡാക്കി മാസം എന്നുള്ളത് അവർ ഉദ്ദേശിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് എത്താനിടയായിട്ട് ഏതൊക്കെ ഇതിൽ കൂടെയാണ്, അതായത് ഇതൊരു കർഷകൻ, ഇതിന്റെ പിന്നിൽ ഒരു കർഷകൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ കുറെ നമ്മളുടെ മുമ്പിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് അത് എത്തും, അതിന്റെ ഇടയിൽ കുറെ ഇടനിലക്കാരുണ്ടായിരിക്കും. അതുപോലെ ആ ഭക്ഷണം ഉണ്ടാക്കുന്നവര്, ഭക്ഷണം വിളമ്പി തരുന്നവര്, പ്രകൃതി, അതായത് മണ്ണ്, സൂര്യൻ, വെള്ളം, പിന്നെ സസ്യാഹാരമാണെങ്കിൽ ആ സസ്യങ്ങള്, മാംസാഹാരമാണെങ്കിൽ ആ അനിമൽസ്, അങ്ങനെ എല്ലാത്തിനോടും നന്ദി വൈഡർ ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ഈ ഇട്ടാഡ കിമാസു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാചകത്തിന് ഉള്ളത്. അപ്പൊ ആ ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് അവര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്ന ഒരു വാചകണ്ട് ഗോറ്റി സൗസാമ എന്ന് വെച്ചാൽ, അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അത് നമുക്ക് കഴിക്കാൻ പറ്റിയ ആ ഒരു ഭക്ഷണം എന്നുള്ള ആ ഒരു നന്ദി അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് പറയുന്നുള്ളതാണ്. ഞാനിങ്ങനെ ജപ്പാനൊക്കെ പറയുമ്പോൾ ഇവിടെ ആരും ജപ്പാൻ അറിയുന്നവരില്ലല്ലോ, എന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ശരിയാണോന്ന് അറിയില്ല. അങ്ങനെ അതാണ് പറയുന്നത്. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മള് ഇപ്പൊ ഞങ്ങള് പറയാറുണ്ട് കേട്ടോ, മുസ്ലിംസ് ഒക്കെ ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. ഭക്ഷണം കഴിച്ച് എന്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഒരു വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ പറയും. അതുപോലെ ജപ്പാൻകാര് പറയുന്ന തുടക്കത്തിൽ അവര് പറയുന്ന ഒരു ഇതാണ് ഇട്ടാഡ കിമാസു ഗോച്ചി സൗസാം, ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഇതാണ് അവരുടെ ഒരു ഈറ്റിംഗ് ഹാബിറ്റില് വരുന്നത്. പിന്നെ അവരുടെ ബാത്ത് ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബാത്ത് ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെയൊക്കെ എല്ലാവരുടെയും വീടുകളില് ഒരു ബാത്ത് ടബ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ബാത്ത് ടബ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ ഒഫ്യൂറോ ബാത്ത് ടബ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒഫ്യൂറോ ബാത്ത് എന്ന് പറയുന്നത് ഒരു മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബാത്താണെന്നാണ്. അതായത് ഇവര് ഇത് വൈകുന്നേരങ്ങളിൽ, അതായത് ഇപ്പൊ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാൻ പോണ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റത്തെ ആ ഒരു ഇതുപോലെ ചെയ്യുന്നതാണ് ഈ ഒഫ്യൂറോ ബാത്ത് എന്ന് പറയുന്നത്. ഈ ഒഫ്യൂറോ ബാത്ത് സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബാത്ത് ടബാണ് അത്, അതില് ചെറു ചൂടുവെള്ളം ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഇവര് സാധാരണ ഷവറിങ് ചെയ്യും.
അതായത് സോപ്പൊക്കെ തേച്ചൊക്കെ ബോഡിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി സോപ്പൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ ഇവരെന്ത് ചെയ്യും, ഈ ചെറു ചൂടുവെള്ളം നിറച്ചിട്ടുള്ള ഈ ഒരു ബാത്ത് ടബ് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇവരുടെ ഒരു റിലാക്സേഷൻ ടൈം ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഇവരുടെ ഒരു പരമ്പരാഗത രീതിയാണ് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന. അതിൽ ബാത്ത് ടബ് യൂസ് ചെയ്തിട്ട് അതിൽ കുളിക്കുന്ന ഒരു റിലാക്സേഷൻ ടൈം ആണെന്നാണ് പറയുന്നത്. മൈൻഡിനും ബോഡിക്കുമായിട്ടുള്ള ഒരു റിലാക്സേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ചെറു ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ മെറ്റാബോളിസം, ശരീരത്തിന്റെ മെറ്റാബോളിസം, മെറ്റാബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. അത് ഇമ്പ്രൂവ് ആവുന്നതാണ് പറയുന്നത് ചെറു ചൂടുവെള്ളം നമ്മുടെ മേൽ. അതായത് വെള്ളത്തിന്റെ സാധ്യതകളൊക്കെ ഇവര് യൂസ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും, മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആവും. ഇത് ഇവരുടെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ആണെന്നാണ് പറയുന്നത് ഈ ഒഫ്യൂറോ ബാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ദിവസം അവസാനിപ്പിക്കുന്ന ഒരു രീതിയും ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒഫ്യൂറോ ബാത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ജപ്പാനിൽ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒഫ്യൂറോ ബാത്ത് ടബ് ഉണ്ടാവും. അപ്പൊ എല്ലാ ആൾക്കാരും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും, എല്ലാവരും ടൈമൊക്കെ ഇല്ലാത്ത കാരണം കൊണ്ട് പലരും മടിയായിട്ടും ഒക്കെ എന്താണ് സാധാ ബാത്ത് എടുക്കുമായിരിക്കും. എന്നാലും പല ആളുകളും ഇപ്പോഴും ഇവരുടെ ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി, ഷവറിംഗ് ഒക്കെ ചെയ്ത് കുളിച്ച് ക്ലീൻ ആയതിനു ശേഷം പിന്നെ അവരുടെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒഫ്യൂറോ ബാത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് അവരുടെ ബാത്ത് ഹാബിറ്റിനെ പറ്റി പറയുന്നത്. ഇനി ഇവരുടെ അടുത്ത ഹാബിറ്റ് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് ഹാബിറ്റ് ആണ്. സ്ട്രെച്ചിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു മോർണിംഗ് റുട്ടീൻ ആണ്. സ്ട്രെച്ചിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ലളിതമായിട്ടുള്ള ഒരു വ്യായാമം ഇവര് ചെയ്യുന്നു എന്നുള്ളതാണ്. കുട്ടികളും മുതിർന്നവരും വയസ്സായവരും അടക്കം എല്ലാവരും ഇവിടെ ഒരു ലളിതമായിട്ടുള്ള വ്യായാമം, അതായത് നമ്മളുടെ പോലെ അങ്ങനെ ഒരു ജിമ്മിലൊക്കെ പോയിട്ട് 1 hour ഒക്കെ ഭയങ്കര ഹെവി വർക്കൗട്ട് ഒന്നല്ല ഇത് അവരുടെ ബോഡി ഒന്ന് മൂവ് ആക്കിക്കൊണ്ടുള്ള യോഗ മോഡലിലുള്ള, അതായത് നമ്മുടെ ഓരോ ഓർഗൻസ് ഒക്കെ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ടുള്ള മൂവ് ആക്കിക്കൊണ്ടുള്ള ഒരു ഇതാണ് ഈ ഇവരുടെ സ്ട്രെച്ചിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതിന് ഇവർക്കൊരു പേരുണ്ട്, റേഡിയോ ടൈസോ. റേഡിയോ ടൈസോ എന്നാണ് ഇതിന്റെ പേര്. ഈ റേഡിയോ ടൈസോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 1928 ഈ റേഡിയോ ടൈസോ സ്റ്റാർട്ട് ചെയ്തെന്ന് ആരംഭിച്ചതെന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ നേരത്ത് റേഡിയോയിൽ ഒരു മ്യൂസിക് വരും. മ്യൂസിക്കിനനുസരിച്ചാണ് മ്യൂസിക് വെച്ചുകൊണ്ടുള്ള ഒരു ബോഡി മൂവ്മെന്റ്സ് സ്ട്രെച്ചിങ് ആണ് ഇവർ ചെയ്യുന്നത്. അത് കുറെ നേരം ഒന്നും ചെയ്യുന്നുള്ളൂ, 5 മിനിറ്റ്, കുറഞ്ഞത് ഒരു 5, മാക്സിമം ഒരു 10 മിനിറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു 5 മിനിറ്റിന്റെ ആണ് അവിടുത്തെ റേഡിയോ ടൈസോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ ടൈസ് കേൾക്കുമ്പോൾ ഇപ്പൊ രാവിലെ തന്നെ എല്ലാവരും ഇത് ചെയ്യും, അവരുടെ ഒരു ശീലമാണ് അത്. കുട്ടികളടക്കം മുതിർന്നവരടക്കം ഇപ്പൊ ഒരു ഗ്രൗണ്ടുകളിൽ വെച്ചിട്ട്, പാർക്കുകളിൽ വെച്ച്, വീടുകളിൽ ഒക്കെ അവര് അത് ചെയ്യുന്നുള്ളത്. അപ്പൊ ഈ അതുപോലെ സ്കൂളുകളിലായാലും ഓഫീസുകളിൽ ഒക്കെ എന്താണ്, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഈ റേഡിയോ ടൈസോ മ്യൂസിക് വെച്ചിട്ട് ഇവരുടെ ആ ഒരു ബോഡി മൂവ്മെന്റ് ഇവർ ചെയ്യുന്നുള്ളത്. അപ്പൊ ആ ബോഡി മൂവ് ആയാൽ തന്നെ നമുക്ക് ആ ഒരു ദിവസം ഫസ്റ്റ് സ്ട്രെച്ചിങ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ദിവസം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പൊ ഈ റേഡിയോ ടൈസോ എന്ന് പറയുന്നത് അതിന്റെ മൂവ്മെന്റ്സ് അടക്കം നമുക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. അവരുടെ കൈയൊക്കെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ടുള്ള യോഗ മോഡലിലുള്ള ഒരു മൂവ്മെന്റ്. അപ്പൊ ഇത് ഇവര് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരും ആ ഒരു റേഡിയോ ടൈസോടെ 6 മണിയൊക്കെ ആകുമ്പോൾ ആ ഒരു മ്യൂസിക് വരുന്ന സമയത്ത് ഇവര് വെച്ചിട്ട് ഇവര് ഒരുമിച്ചിട്ടിരുന്ന് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇത് കാണിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡിസിപ്ലിൻ കറക്റ്റ് ആ ഒരു ഇതിൽ ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ഒരുമിച്ച് കുറച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഒരു ടീം സ്പിരിറ്റ് അതൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ ഇത് ഫസ്റ്റ് തന്നെ ഈ ഒരു റേഡിയോ ടൈസോ എനർജി ബൂസ്റ്റിന് വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ശരീരത്തിനൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സുകളൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ ചെയ്യുന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ ഒരു സ്ട്രെച്ചിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് ഇവരുടെ ഒരു ക്ലീനിങ് ഹാബിറ്റിനെ കുറിച്ചാണ്. ക്ലീനിങ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഭയങ്കര ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ്. അത് ഇപ്പോ ലേഡീസ് തന്നെ ക്ലീൻ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും, കുട്ടികളടക്കം വലിയവരടക്കം വയസ്സായവരടക്കം എല്ലാവരും ക്ലീനിങ്, അവരുടെ ആ ഒരു ഇത് സ്പേസ് ക്ലീൻ വെക്കാന്നുള്ളത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവര് ചെറുപ്പത്തിലെ തന്നെ ശീലിച്ചു വരുന്നത്. അപ്പൊ അവര് ഓരോ ദിവസവും അവർക്ക് ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അവരൊരു ടൈം വെക്കുന്നുള്ളതാണ്. സാധനങ്ങളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഒക്കെ നമുക്കൊന്നും ഇതിന് എല്ലാ ദിവസവും ചെയ്യാനൊന്നും സമയമില്ല.
എന്നിട്ട് ചിലപ്പോ ഞായറാഴ്ചകളിലൊക്കെ ആയിരിക്കും എന്താണ് ഷെൽഫൊക്കെ ഒന്ന് ഇതാക്കിയതൊക്കെ. പക്ഷെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എല്ലാം തൊട്ട് ടച്ച് ചെയ്തിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ടൈം ഇവര് കണ്ടെത്തുന്നുള്ളതാണ്. അപ്പൊ ക്ലീനിങ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ നമ്മുടെ റൂമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം, കിച്ചണും എല്ലാം. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലെ, മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനമൊക്കെയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് എന്താണ് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ നമ്മളപ്പോ അതങ്ങനെ ഇട്ട് പോകും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഡെയിലി ആ ഒരു ക്ലീനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാന്നുള്ളതാണ് ജപ്പാൻകാരുടെ ഒരു ശീലം എന്ന് പറയുന്നത്. അതിപ്പോ ക്ലീനിങ് എന്ന് പറയുമ്പോൾ അവരുടെ വാഷ്റൂം ആയാലും ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ചെറുപ്പത്തിലെ തന്നെ അവർ ശീലിപ്പിക്കുന്നു. അപ്പൊ ഈ ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് നമ്മളെ കുറച്ചും കൂടെ വിനയമുള്ളവരാക്കുന്നു എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് അവർക്കുള്ളത്. ഇപ്പൊ അതുപോലെ സ്കൂളുകളിലായാലും കുട്ടികള് എന്താണ് ക്ലാസ് റൂം കുട്ടികൾ തന്നെ വൃത്തിയാക്കും എന്നുള്ളതാണ്. അപ്പൊ വൃത്തിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പീസാണ്, ഒരു സമാധാനമാണ് അല്ലെ. അപ്പൊ അതിന് അവര് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സമാധാനങ്ങളൊക്കെ അവരുടെ മൈൻഡിൽ വരുമ്പോഴാണ് അവർക്ക് ആരോഗ്യത്തോടെയും ദീർഘായുസോടെയൊക്കെ കുറെ നാളൊക്കെ ജീവിക്കാനായിട്ടൊക്കെ പറ്റണമെന്നുള്ളത്. ഇനി അടുത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി പോസ്ചറാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായമായെന്ന് തോന്നിക്കുന്നത് കുറെയൊക്കെ നമ്മുടെ ബോഡി പോസ്ചറും അങ്ങനെ ഇരിക്കും. പ്രായമാകുമ്പോ പിന്നെ നമ്മൾ കൈയോട്ടം വയ്യെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുനികൂടി നടക്കാനും ഇരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോ ജപ്പാനിലെ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്നിരിക്കണം എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പൊ നിവർന്നിരുന്നാലാണ് ചിന്തകളൊക്കെ നമ്മുടെ തോട്ടുകളൊക്കെ നല്ലതാവാനാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പൊ നമ്മളുടെ ലുക്കിൽ നമ്മുടെ പോസ്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കണ്ടാലറിയാം ജപ്പാനിലെ ആൾക്കാരൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് ഇതായിട്ട് നടക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അടുത്തത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യോദയത്തിന് മുമ്പ് ഉണരുക എന്നുള്ളതാണ്. സൂര്യൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സൂര്യൻ. സൂര്യോദയത്തിന്റെ നാടെന്നാണ് ജപ്പാന് പറയുന്നത്. അപ്പൊ അവരുടെ മറ്റേ ദേശീയ പതാകയിലൊക്കെ ഒരു റെഡ് കളറിലുള്ള ഒരു സൂര്യന്റെ ഒരു പ്രതീകമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ സൂര്യനെ കാണുക എന്നുള്ളത്, അതായത് സൂര്യൻ ഉദിക്കുന്നത് കാണുക എന്നുള്ളത് ഒരു പുതിയൊരു ഊർജം, ആ ഒരു ദിവസം തന്നെ ഒരു പുതിയൊരു ഊർജം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അവർ സൂര്യൻ ഉദിക്കുന്നത് കാണുന്നത്. അപ്പൊ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടാണ് അവരുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു ചെയ്യുന്നത് രാവിലെ ഉണർന്നു കഴിഞ്ഞാലും അവരുടെ തണുത്ത വെള്ളത്തില് മുഖം കഴുകുക എന്നുള്ളത് അവരുടെ ഒരു ഇതാണ്. ഞാനിതൊക്കെ പറയുമ്പോ ചിലരൊക്കെ ഇവിടെ ചെയ്യുന്നവരുണ്ടാവും. നമ്മളുടെ സ്റ്റെഫി മാമിന്റെ കണക്ട് ആവണുണ്ടാവും. സ്റ്റെഫി മാമിന്റെ മെഡിറ്റേഷനിൽ ഇതൊക്കെ വരുന്നുണ്ട്. രാവിലെ എന്താണ് കോൾഡ് വാട്ടർ കൊണ്ട് മുഖം കഴുകുക, അതുപോലെ സൺറൈസ് മെഡിറ്റേഷൻ ചെയ്യുക. നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഒരു മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ പിന്നെ അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഭയങ്കര സൂര്യൻ ഉദിക്കുന്നത് കാണുക, അത് കഴിഞ്ഞ് സൂര്യപ്രകാശത്തിൽ കുറച്ച് സമയം ചെലവഴിക്കാന്നുള്ളത്. വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് അല്ലെ. അപ്പൊ ആ ഒരു സൂര്യപ്രകാശത്തിൽ കുളിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു രീതിയൊക്കെയാണ് ജപ്പാനിലെ ജനങ്ങള് അവരുടെ ആ ഒരു പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ഒരു രീതിയാണ്. പിന്നെ അടുത്തത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സോഷ്യൽ ഹാബിറ്റ് ആണ്. സോഷ്യൽ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും സെൽഫ് ലവ് വേണം, അതൊക്കെ പറയുമെങ്കിലും കൂടെ അവര് കൂടുതൽ സ്വന്തത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ മറ്റുള്ളവരോടുള്ള സ്നേഹം, കരുതല്, പരിഗണന, അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റെസ്പെക്ട് ചെയ്യുക. അവരുടെ സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ടീം സ്പിരിറ്റ് ആണുള്ളത്. സോഷ്യൽ ലൈഫ് ഒക്കെ അവരുടെ അടിപൊളിയാണ്. കാരണം അവര് മറ്റുള്ളവരെ അംഗീകരിക്കും, മറ്റുള്ളവർക്ക് കരുതൽ, സ്നേഹം, പരിഗണന എല്ലാം കൊടുക്കും, റെസ്പെക്ട് എല്ലാം കൊടുക്കുന്നത് അവരുടെ ആ ഒരു ശീലമാണ്. ഇപ്പൊ അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല മതത്തിലുള്ള ആൾക്കാർക്ക് ഒരു രാജ്യത്ത് ജീവിക്കാന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലും പല മതക്കാർ. അപ്പൊ ജപ്പാനിലുള്ള പഴയ കാലത്ത് വീടുകളിലൊക്കെ പല മതത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു സഹവർത്തിത്വമാണ് അവരെ കാണിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരെ പരിഗണിക്കാൻ കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു കൾച്ചറാണ്.
അതുപോലെ അവര് എന്താണ് ഇപ്പൊ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ അനാവശ്യമായിട്ടൊന്നും അവര് സംസാരിക്കൊന്നുമില്ല. വെറുതെ അനാവശ്യമായിട്ട് സംസാരങ്ങളൊക്കെ കുറവായിരിക്കും. ആവശ്യത്തിനുള്ള സംസാരങ്ങളൊക്കെ ഉള്ളവരാണ്. പിന്നെ അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല സന്തോഷത്തോടെ ഇരിക്കാം. നമ്മൾ ചിലപ്പോഴേക്കും നമ്മുടെ കാര്യം നോക്കി സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും എന്താണ് ഒരു ഫ്രണ്ട് സർക്കിൾ, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ വേണം. അത് നമുക്ക് നമ്മളുടെ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ആയെന്നാണ് കേട്ടോ അതിനുള്ള ഫ്രണ്ട് സർക്കിൾ ജപ്പാനിൽ പറയുന്നത് ആയെന്നാണ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ നല്ലതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ഒരു 3-4 നല്ലൊരു ഫ്രണ്ട് സർക്കിൾ നമുക്ക് എന്തായാലും വേണമെന്നാണ് ജപ്പാനിലെ ആൾക്കാർ പറയുന്നത്. അതായത് സന്തോഷം എന്ന് പറയുന്ന സാധനം നമ്മൾ പങ്കുവെക്കുമ്പോൾ ഇപ്പൊ നമ്മൾക്ക് നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ സന്തോഷം പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ സങ്കടം പങ്കുവെക്കുമ്പോൾ ആ സങ്കടം കുറയുകയും ചെയ്യും. അപ്പൊ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കണം എന്നാണ് ജപ്പാനിലെ ആൾക്കാർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അവരെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരോട് എന്താണ് ഭയങ്കര റെസ്പെക്ട് പറഞ്ഞിരുന്നു. പൊളൈറ്റ്നെസ്, ഭയങ്കര വിനീതമായിട്ടുള്ള ഒരു ഇതാണ്. അവരുടെ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ക്ഷമിക്കുക, താങ്ക് യു, ദയവായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. അത് അവര് തല കുനിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവര് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു എന്താണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവരുടെ ഡിസിപ്ലിൻ നമുക്ക് മനസ്സിലാക്കും. ഒരു പബ്ലിക് ആയിട്ട് എന്തെങ്കിലും ഇതുപോലെ അവര് ക്യൂ ആയിട്ട് നിൽക്കും. പിന്നെ മറ്റുള്ളവർക്ക് കൂടുതൽ ഇത് കൊടുക്കും. നമ്മുടെ കാര്യത്തെക്കാളും കൂടുതൽ മറ്റുള്ള അങ്ങനത്തെ ഒരു മനോഭാവത്തിലുള്ള ആളുകളാണ് ജപ്പാനിലെ ആളുകൾ എന്നാണ് പറയുന്നത്. പിന്നെ വേറെ അവരുടെ ഒരു ശീലം എന്ന് പറയുന്നതാണ് ഷിൻഡിൻ യോക്കു എന്ന് പറയുന്നത്. കാടിന്റെ കുളി എന്നാണ് അതിന് പറയുന്നത്. കാടിന്റെ കുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ പോയിട്ട് കുളിക്കണമെന്നല്ല, എന്താണ് പ്രകൃതിയോട്, നാച്ചുറലിനോട് കണക്ട് ആയിട്ട് അവർ ഇരിക്കാനായിട്ട് നോക്കും. അതായത് എല്ലാ ദിവസവും കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് എങ്കിലും എന്താണ് നാച്ചുറലായിട്ട് കണക്ട് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കും. ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോ തന്നെ അവര് ഡോറൊക്കെ തുറന്ന് വന്നിട്ട് അവരായ ശുദ്ധവായു ആസ്വദിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നാച്ചുറലായിട്ട് കണക്ട് ആയിട്ട് ഇരിക്കാന്ന് പറയുന്നത് അവരുടെ ഒരു മനോഹരമായിട്ടുള്ള ആചാരം. അപ്പൊ അവരിങ്ങനെ കുറെ ചെടികളും പിന്നെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോവാ, അതിന്റെ ഇടയിൽ കൂടെ. അതാണ് ഈ കാടിന്റെ കുളി എന്ന് ഉദ്ദേശിക്കുന്നത്, ഷിൻഡിൻ യോക്കു എന്ന് ഉദ്ദേശിക്കുന്നത്. പോവും, എന്നിട്ട് അവരത് ശരിക്കും ആസ്വദിക്കുകയാണ്. വെറുതെ അവിടെ പോയി ഇങ്ങനെ നടന്ന് വേറെ വല്ലതും അങ്ങനെ ആസ്വദിച്ച് നടക്കല്ല. അവര് ആ ഒരു പ്രകൃതിയുടെ അവരുടെ ആ ഒരു 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് അവര് എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ മൈൻഡിന് നല്ലതാണെന്നുള്ള ഒരിതാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നാച്ചുറലായിട്ട് എപ്പോഴും നമ്മൾ കണക്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ദിവസം ഒരു കുറച്ച് നേരമെങ്കിലും നമ്മൾ നാച്ചുറലായിട്ട് കണക്ട് ആയിട്ട് ഇരിക്കാം. നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ നമ്മൾ പോവാന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കുന്നുള്ളതാണ്. അങ്ങനെ ഇത്തരം ശീലങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. അതുപോലെ ഈ ഒക്കിനാവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐലൻഡിലെ ആളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും എന്താണ് ഇതുപോലെ നേരത്തെ എണീക്കുക, അതുപോലെ തന്നെ അവരുടെ സ്ലീപ്പ് ഹാബിറ്റ്, നേരത്തെ ഉറങ്ങുക, എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക, സ്മൈൽ അലോട്ട്, പരമാവധി നമ്മൾ ചിരിക്കുക, പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അവരുടെ ഇത്ര എന്താണ് 100 വയസ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നത്. 110-100-നും 120-നും ഇടയിൽ ഒത്തിരി ആളുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് അതൊരു അത്ഭുതം തന്നെയാണ് അല്ലെ. അപ്പൊ അത് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ആണ് അങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി, നമ്മളെ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആയുസ്, ആരോഗ്യം ഒക്കെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. പിന്നെ അവരുടെ കുറെ ബ്രീത്തിങ് ടെക്നിക്സുകളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യും. ബ്രീത്തിങ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ സ്റ്റെഫി മാമിന്റെ മെഡിറ്റേഷനിലൊക്കെ പറയുന്നതാണ് ഹാര ബ്രീത്തിങ്. ഹാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറെന്നാണ്, അതായത് അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ബോബി മാം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ അൻസാർ സാറ് ഒക്കെ ഉണ്ട് സ്റ്റെഫി മാമിന്റെ മെഡിറ്റേഷൻ രീതിയിൽ. നമ്മൾ ചെയ്യുന്ന അബ്ഡോമിനൽ ബ്രീത്തിങ് ഉണ്ടല്ലോ, ഹാര ബ്രീത്തിങ് എന്നാണ്. അത് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. ഒത്തിരി ബ്രീത്തിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെൻ ബ്രീത്തിങ്, അതുപോലെ തന്നെ സമുറായ് ബ്രീത്തിങ്. അതേതാണെന്നറിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അൻസാർ സാർ?
സമുറായി ബ്രീത്തിങ് നമ്മൾ ചെയ്യും, സ്റ്റെഫി മാമിന്റെ മെഡിറ്റേഷനിൽ ചെയ്തിരുന്നു. ഏതാന്ന് പറയാമോ? ബോക്സ് ബ്രീത്തിങ് ആണ് ഉദ്ദേശിച്ചത്. വെരി ഗുഡ്. അതെ, ബോക്സ് ബ്രീത്തിങ്. അതായത് ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്നത് സമുറായി ബ്രീത്തിങ് എന്നാണ് അവര് ജപ്പാനിൽ പറയുന്നത്. അപ്പൊ ഇത്തരം ബ്രീത്തിങ് ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യുക. അതായത് നമ്മൾ നമ്മുടെ ശ്വാസത്തിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത്, ശ്വാസത്തെ ശ്രദ്ധിക്കുന്നത്, എന്താണ് നമ്മൾക്ക് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിയും ഒത്തിരി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മൾക്ക് എന്താണ് സന്തോഷമായിട്ടും ഇതായിട്ടും നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആക്കി വെക്കാനായിട്ടും നമുക്ക് പറ്റുന്നു. അപ്പൊ ഈ ബ്രീത്തിങ് ടെക്നിക്സുകളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ചെയ്യാനൊക്കെ ചിലപ്പോൾ മടിയായിരിക്കും, നമ്മൾ തിരക്കാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊക്കെ മാറ്റി വെക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, ഏതായാലും നമുക്ക് അങ്ങനെ ഒരു ലൈഫ് ഉള്ളൂ, അതിങ്ങനെ തിരക്കെന്നും പറഞ്ഞ് നടന്നാൽ ശരിയാവില്ല. അപ്പൊ നമ്മുടെ മൈൻഡിനെ എന്താണ് കാമാക്കി വെക്കാനും ഇതൊക്കെ നമ്മൾ ഇത്തരം ബ്രീത്തിങ് ടെക്നിക്സുകളൊക്കെ ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവരുടെ ആ ഒരു ആ ഒരു സ്ഥലത്തുള്ള ആളുകളുടെ ലൈഫ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഒക്കിനാവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ആളുകളുടെയും പിന്നെ ജപ്പാനിലെ മൊത്തം ആൾക്കാരുടെ ഒരു ശീലങ്ങളാണിത്. അപ്പൊ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നപ്പോ, പുതിയ ജനറേഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോ ശീലങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായാലും കൂടി അവരുടെ കുറെയൊക്കെ അവരുടെ വാല്യൂസിനെ മുറുകെ പിടിക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ മറ്റേ ഇക്കിഗായുടെ കാര്യം പറഞ്ഞിരുന്നു. ഇക്കിഗായ് ബുക്കിൽ ഇത്തരം ശീലങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഇക്കിഗായ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇക്കിഗായ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതം, ഗായ് എന്ന് വെച്ച് കഴിഞ്ഞാല് മൂല്യം എന്നാണ്. അതായത് നമ്മളുടെ ജീവിതത്തിന്റെ മൂല്യം, നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് കണ്ടുപിടിക്കാന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബുക്കില് കുറച്ച് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, അതായത് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിന്റെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്, നമ്മൾക്കൊരു പർപ്പസ് ഉണ്ടല്ലേ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ പോണം എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളത്. സന്തോഷമായിട്ട് മരിക്കുന്നവരെ ജീവിക്കണം, എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് പോണം. അപ്പൊ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ആ സ്ഥലത്തുള്ള ആളുകൾ, ഇക്കിനാവയിലുള്ള ആളുകൾ, ജനങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗമാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ജീവിതത്തിൽ, അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്നും ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു പ്രവൃത്തി അത് അവർ കണ്ടെത്തും. അതായത് നമുക്ക് എപ്പോഴും മടുപ്പ് വരാണ്ട് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു പ്രവൃത്തി അവര് ചെറുപ്പത്തിലേ തന്നെ കുട്ടികളിലടക്കം അതിങ്ങനെ അവര് ബ്രെയിനിൽ ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് അവരത് കണ്ടെത്തുന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മടുപ്പ് വരാണ്ട് എന്നും ചെയ്തു പോകേണ്ട ഒരു പ്രവൃത്തി അവർ കണ്ടെത്തും. അപ്പൊ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവര് അതാണ് അവരുടെ ഇക്കിഗായ് എന്ന് പറയുന്നത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവര് 4 കാര്യങ്ങളാണ് അവര് നോക്കുക. അത് ഞാൻ അതിന്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ബുക്ക്, നല്ല സ്റ്റോറി ആണല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? നോ ബ്ലാങ്ക. അപ്പൊ ഈ ഇക്കിഗായ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 4 സംഭവങ്ങളാണ്. 4 സംഭവങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഇക്കിഗായ് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മൾ കാണുന്നില്ല എന്നാ പറഞ്ഞത്, ബ്ലാങ്ക് എന്നാ പറഞ്ഞത്. കാണുന്നില്ല, ബ്ലാങ്ക. ഒന്നുകൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് നോക്കാം. ഇപ്പൊ കാണുന്നുണ്ടോ? നോ മാം, ബ്ലാങ്ക.
പറഞ്ഞാ മതി, ഗ്രൂപ്പിൽ ഇട്ടാ മതി. ആ ഇത് കണ്ടിട്ട് പറയുന്നു. ഒരു വട്ടം ചിലപ്പോ ഇത് കാണുന്നുണ്ടാവില്ല അല്ലെ? ഇല്ലല്ലോ. ഒരു റൗണ്ട് ചെയ്തിട്ടുള്ള ഇതല്ലേ? അതെ അതെ, കാണുന്നുണ്ടോ? ഇപ്പൊ കാണാം. ആ ശരി. അപ്പോ ഇതില് ഇക്കിഗായ് എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കിഗായ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് അതായത് നമുക്ക് വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്ന് എഴുതിയില്ല അതിലും. വാട്ട് യു ആർ ഗുഡ് അറ്റ്, ഒരു 4 സർക്കിൾ കാണുന്നുണ്ടല്ലേ, അതിൽ വാട്ട് യു ആർ ഗുഡ് അറ്റ്, അതായത് ആ പ്രവൃത്തി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്തെന്ന് പറയുന്നത് വാട്ട് യു ലവ്, അതായത് അതിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടായിരിക്കണം, ആ പ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടം ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ട് ദ വേൾഡ് നീഡ്സ്, അത് ചെയ്യുന്നത് കൊണ്ട് ഒരു നമ്മുടെ ചുറ്റിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു സൊസൈറ്റിക്ക് അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായിരിക്കും. അത് അവരെ സംബന്ധിച്ച് ഭയങ്കര അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു കാര്യം എന്നാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടായിരിക്കണം, നമുക്ക് ആ പ്രവൃത്തി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പിന്നെ അതിൽ നിന്ന് അത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചുറ്റിലുള്ളവർക്ക്, ഒരു കമ്മ്യൂണിറ്റിക്ക് പ്രയോജനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക വരുമാനം കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ഇവര് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. എന്നിട്ട് ഇവരത് ചിലപ്പോൾ അത് അവരുടെ കരിയർ ആക്കിയിട്ട് മാറ്റുകയും ചെയ്യും. അപ്പോ അവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നെവർ റിട്ടയർ എന്നാണ്. അവര് ഒരിക്കലും റിട്ടയർ ആവുന്നില്ല. ഇപ്പൊ ഒരു ഔദ്യോഗികമായിട്ട് ഒരു ജോലിയിൽ റിട്ടയർഡ് ആയാലും ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട്, ഇപ്പൊ നമ്മളൊക്കെ റിട്ടയർഡ് ആയി ഒന്നും ചെയ്യാനിരിക്കുന്നില്ല, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊക്കെ ഇതിനെ പാഷൻ എന്നാണ് വിളിക്കുക അല്ലെ. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ പാഷനെ കരിയർ ആക്കി മാറ്റാനായിട്ട് പറ്റാറില്ല. പാഷനിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഇൻകം കിട്ടാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ജോലി തേടി പോകുന്നുള്ളതാണ്. അപ്പോ പക്ഷെ പാഷന് നമ്മൾ ഒരിക്കലും, നമ്മൾക്കൊരു പാഷൻ വേണം, നമുക്കൊരു പാഷനെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. അതാണ് നമ്മളുടെ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മളുടെ പാഷന് നമ്മൾ അതുപോലെ തന്നെ വളർത്തിയെടുക്കുക. അപ്പൊ നമ്മൾ വേറൊരു കരിയറിലാണ് ഉള്ളതെങ്കിൽ കൂടി നമ്മളുടെ പാഷനെ നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനെ പോകുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഈ പാഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ചിലപ്പോൾ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇക്കിഗായി കണ്ടെത്താനുള്ളത്? ഒരു സ്റ്റെപ്പ് പറഞ്ഞ സ്റ്റെപ്പ് ഒന്നുമില്ല, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. അപ്പൊ നമ്മൾ സമാധാനമായിട്ട് ഇരുന്നിട്ട് ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് ആദ്യമായിട്ട് അതിൽ എഴുതേണ്ടത് വാട്ട് യു ലവ്, അതായത് നമ്മളുടെ പാഷൻ, അതായത് നമ്മൾ പണം കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിന് സന്തോഷം തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതാണ് വാട്ട് യു ലവ്. അത് ആദ്യം എഴുതി വെക്കും. എന്തൊക്കെയാണ് ഇപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കും. അടുത്തത് വാട്ട് യു ആർ ഗുഡ് അറ്റ്, നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള സ്കില്ലുകൾ ഉള്ളവരാണല്ലേ. അപ്പൊ പല കഴിവുകളും സ്കില്ലുകളൊക്കെ ഉണ്ട്. ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും. അപ്പൊ ഏതാണ് നമ്മളുടെ കഴിവ് കണ്ടെത്തിയിട്ട് നമ്മൾ ഏതിലാണോ സ്കിൽഡ്, നമുക്ക് നന്നായി ചെയ്യാൻ അറിയുന്ന കാര്യം, അത് എഴുതി വെക്കാം. അങ്ങനെ ഒരു സ്കില്ല് ഇല്ലെങ്കിൽ തന്നെ നമ്മളത് വളർത്തിക്കൊള്ളും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകത്തിന് എന്താണ് വേണ്ടത്, ലോകം ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നാണ് ജപ്പാനിലെ ഈ എക്കനോവയിലെ ആളുകൾ വിശ്വസിക്കുന്നത്. അതായത് ലോകത്തിന് എന്താണ് വേണ്ടത്, ലോകം ബെറ്റർ ആക്കാനായിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു മരം നട്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ അടുത്തത് പറയുന്നത് നമ്മളുടെ പ്രൊഫഷനാണ്. അതായത് നമുക്ക് ജീവിക്കാൻ പണം വേണമല്ലോ, എന്തായാലും ജീവിക്കാൻ എന്തായാലും പൈസ വേണം. അപ്പൊ എന്ത് ജോലി ചെയ്താലാണ് നമുക്ക് വരുമാനം കിട്ടാൻ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഇത് 3 മാക്സിമം ഒരേ കാര്യം തന്നെ വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഇക്കിഗായ് എന്ന് പറയുന്നത്. 4 വരികയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഇക്കിഗായ് എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് ചെയ്യാൻ കഴിവുള്ള, നമ്മുടെ ചുറ്റിലുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള, നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യം കണ്ടെത്തിയാൽ അതാണ് നമ്മുടെ ഇക്കിഗായ്. അപ്പൊ ജപ്പാനിലെ ആളുകൾ എന്ന് പറയുന്നത് ഈ ഇക്കിഗായ് ചെറുപ്പത്തിലേ തന്നെ ഇക്കിഗായ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അവരത് കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ അവരുടെ ആ ജീവിതം അവര് അടിപൊളിയാക്കുന്നുള്ളത്. അപ്പൊ ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അലസായിട്ട് കളയാനുള്ളതല്ല. ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്ന് ഉള്ളതാണ് ഈ ജപ്പാനിലെ ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് ഒരുപാടുണ്ട് കേട്ടോ. ഇതിന്റെ ബുക്ക് വാങ്ങിയിട്ട് വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വിശദമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടൈം ആയിരുന്നില്ലേ? അപ്പോ എന്താണ്, ഇതാണ് നമ്മുടെ ജപ്പാനിലത്തെ ഐ ലവ് ജപ്പാൻ എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് ജപ്പാൻ പോലെ എല്ലാം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ടോപ്പിക്ക് ഞാൻ എടുത്ത് പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ആഗ്രഹം ഭയങ്കര കൂടിയിട്ടുണ്ട്. എന്തായാലും സ്റ്റെഫി മാമിന്റെ മെഡിറ്റേഷനിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് വരുന്നുണ്ടല്ലേ. അതായത് രാവിലെ തണുത്ത വെള്ളം കൊണ്ട് കഴുകുക, പിന്നെ സൺറൈസ് മെഡിറ്റേഷൻ ചെയ്യുക, ബോക്സ് ബ്രീത്തിങ്, അബ്ഡോമിനൽ ബ്രീത്തിങ്, പിന്നെ എന്താണ്, പിന്നെ പറഞ്ഞിട്ടുണ്ടായ കാര്യം രാത്രി കുളിക്കുക, ചെറു ചൂടുവെള്ളത്തിൽ ബാത്തിങ്. അതൊക്കെ എന്താണ് നമുക്ക് നമ്മുടെ ആരോഗ്യം ദീർഘായുസ്സൊക്കെ. സൂപ്പർ ആയിരുന്നു മാം. ഇതൊക്കെ ഇപ്പൊ സ്റ്റെഫി മാമിന്റെ ഇതാണെങ്കിലും അതൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് കൂടി മാമിന്റെ ക്ലാസ് താല്പര്യം കൂടി കേട്ടപ്പോ. താങ്ക് യു. ഞാൻ വിചാരിച്ചു ജപ്പാനെ പറ്റി എന്തായിരിക്കും പറയുന്നത്. സൂപ്പർ ആയിരുന്നു കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ നമ്മൾ കണ്ടിന്യൂസ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഓക്കെ അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വിചാരിച്ചില്ല, പക്ഷെ നമ്മുടെ ബ്രെയിന് ആണ് നമ്മളെ പറ്റിക്കും. അവരതൊരു റൂട്ടീനാക്കി കുഞ്ഞിലെ മാറ്റി എന്നുള്ളതാണ് പ്രധാനം. റൂട്ടീനാക്കി മാറ്റി. അത് നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ മുമ്പ് ജപ്പാന്റെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കിഗായും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോ നമുക്ക് മനസ്സിലായി ജപ്പാനിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലുള്ള. നമുക്ക് അവിടുത്തെ ആളുകളെ കാണുമ്പോ തന്നെ, അവരുടെ ഫേസ് കാണുമ്പോ തന്നെ അറിയാം. അവര് ചിരിച്ച് ഭയങ്കര വിനയത്തോട് കൂടിയിട്ട് അവരുടെ ആ ഒരു ഇതൊക്കെ നമുക്ക് വീഡിയോസിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് ഇത് ചെയ്യാന്ന് വെച്ചപ്പോ ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് ഇങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ. അപ്പൊ എനിക്ക് മനസ്സിലായത് സ്റ്റെഫി മാമിന്റെ മെഡിറ്റേഷൻ. അപ്പൊ ഈ ഭയങ്കര സന്തോഷമായി, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇനി അതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഹലോ സജന മാം, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ, ഞാൻ ഇതേ സമയത്ത് നമ്മുടെ പാലക്കാടുള്ള പുതുക്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ അവിടെ നല്ല, അതായത് ഭയങ്കര നല്ല ആളുകൾ ഭയങ്കര നറിഷ്ഡ് ആയിട്ട് ജീവിച്ച ഒരു സ്ഥലമായിരുന്നു, ഒരു ഗ്രാമം. പക്ഷെ ഇപ്പൊ എല്ലാ വീടുകളിലും പ്രായം ചെന്നവർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനും മോളും കൂടെ ആ ഒരു വീട് കാണാനായിട്ട് കയറി കേട്ടോ. അപ്പൊ ആ വീടിന്റെ അകത്ത് ഇപ്പൊ മാം പറഞ്ഞില്ലേ അവിടെ ഇങ്ങനെ ബാത്ത് ടബ് ഉണ്ടെന്ന്, അതുപോലെയാണ്. നല്ല ഭംഗിയാട്ടോ. ഈ സൺലൈറ്റ് ഡയറക്റ്റ് വീട്ടിലേക്ക് വരാൻ. ഒരു വീട്ടിലല്ല, എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് അവർക്ക് കുളിക്കാനായിട്ട് പ്രത്യേകം ബാത്ത് ടബ്, അതുപോലെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഒരു വീട്ടിലും ചെറുപ്പക്കാരില്ല, പ്രായമുള്ളവർ മാത്രം. ആർക്കും ആ ലൈഫ് ഇഷ്ടമല്ല. എല്ലാവരും ബാംഗ്ലൂര്, UK, കാനഡ അങ്ങനെയൊക്കെ പോയിരിക്കുക. ബ്രാഹ്മിൻസ് മാത്രമുള്ള ഒരു ഏരിയയാണ്. അപ്പൊ നമ്മൾ അവിടെ കുറച്ചു നാള് ഇങ്ങനെ റെന്റഡ് ആയിട്ട് താമസിച്ചതാ കേട്ടോ. അപ്പൊ ഇവന്റെ ക്ലാസ് കേട്ടപ്പോ ഞാൻ ഓർത്ത് എത്ര നല്ല ഒരു കൾച്ചറിൽ നിന്നാണ് അല്ലെ അവരൊക്കെ വിട്ടുപോയി വേറെ എന്തൊക്കെയോ ആണ് നല്ലതെന്ന് പറഞ്ഞ്. അത് തന്നെയല്ലേ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഇപ്പൊ നടക്കുന്നത് ചിന്തിക്കുമായിരുന്നു ഞാൻ. അവര് തിരിച്ചറിയുന്നില്ല അല്ലെ ശരിക്കുള്ള ഒരു ഹാപ്പിനെസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ല അവര്. നമ്മള് വേറെ എന്തൊക്കെയോ ആണ് നല്ലതെന്ന് പറഞ്ഞ് അതിന്റെ പുറകെയൊക്കെ ഓടി പോവുകയാണ് പഴയതൊക്കെ വിട്ടിട്ട് അല്ലെ. ശരിക്കും എല്ലാവർക്കും ഇതുപോലെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം. നന്നായിട്ട് എല്ലാം മനസ്സിലായി, വളരെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. വളരെ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. നമ്മുടെ 90s ജനിച്ചവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, അവരുടെ വീട്ടിലൊക്കെ അവരെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവര്
വടി കുത്തി പിടിച്ചിടന്നിരുന്നവരെയുള്ള അപ്പനപ്പന്മാരുണ്ടായിരുന്നു. ഇപ്പൊ 20 kids ഒക്കെ വന്നതിന് ശേഷം അവരൊന്നും ഇതുപോലെ വടി കുത്തി പിടിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല. അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ 60 വയസ്സിലൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്നവരായിരിക്കും കണ്ടിട്ടുണ്ടാവുക. നമ്മൾ കണ്ടത് 80 90 നടന്ന അപ്പനപ്പന്മാരെ കണ്ടിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാല് ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല. സമയമാണ് പ്രശ്നം. നമ്മളെ ആരോഗ്യത്തെ സ്നേഹിക്കാനുള്ള സമയം നമുക്കില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തിരക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചീത്തയേക്കാതിരിക്കാനോ എന്തിനോ വേണ്ടി ഓടി എന്തോ കഴിച്ചിട്ട് രക്ഷപ്പോക്ക്. ഇതൊന്നും ആസ്വദിച്ച് കഴിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. നമ്മള് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിൽ നമ്മുടെ മാക്സിമം സലൈവ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു പരിധി വരെ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറ്റാനുണ്ട്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇന്നിപ്പോ രാത്രിയും പകലൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ വന്നു. സ്ട്രോക്കുകൾ കൂടി, ഒരുപാട് അസുഖങ്ങൾ, പുതിയ പുതിയ പേരുള്ള അസുഖങ്ങൾ കൂടി. ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നത്. അതുകൊണ്ട് എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടില് 60 മേലോട്ട് പോകുന്ന ആളുകൾ കഷ്ടിയാ. അതെ അതെ. ഇതൊക്കെ നമ്മുടെ മാറണം. average price എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഭയങ്കര 60 മേലൊക്കെയാണ്. 60 ആണല്ലേ ഇപ്പോഴത്തെ 60 നമ്മുടെ നിന്നു. ലൈഫ് പ്രശ്നം. അതെ അതെ, നമ്മളെ ആരോഗ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു അസുഖം വന്നതിന് ശേഷമാണ് നമ്മളെ കുറിച്ച് ഒന്ന് ശരീരത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാതെ വരും. അതെ അതെ അതെ, അതാണ് അവസ്ഥ. എന്നാലും നമ്മുടെ മോർണിംഗ് സർക്കിളിലുള്ള അടിപൊളി ക്ലാസ് ആണ്. താങ്ക് യു. ഇക്കിനാവലത്തെ ആളുകളെ പോലെ ആവാൻ വേണ്ടിട്ട് നമ്മൾക്ക് ശ്രമിക്കാം. ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചു വെച്ചിരുന്നേ, പക്ഷെ വായിച്ചില്ല മീൻസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ട്രാൻസ്ലേഷൻ ബുക്ക് മലയാളത്തിൽ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചിലതൊന്നും മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ വായിച്ചിട്ട് അവിടെ വെച്ചു. ഇനിയിപ്പം പക്ഷേ വായിച്ചു നോക്കണം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. അതെ, ഞാൻ ഈ ബുക്കിന്റെ ഇങ്ങനെ തപ്പിയപ്പോഴാണ് ഇതിന്റെ ടീനേജേഴ്സിനുള്ളത് ഉണ്ട് കേട്ടോ, കൗമാരക്കാർക്ക് ഇതിന്റെ മലയാളത്തിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഞാനത് വായിച്ചിരുന്നു. അപ്പൊ നമ്മള് ശരിക്കും നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ ഇതാണ് ഇതൊക്കെ നമുക്ക് വേറെ എന്തൊക്കെ അവർക്ക് കൊടുക്കണേക്കാളും ഇങ്ങനത്തെ നമ്മളവരെ നിർബന്ധിക്കണം. കുറെ പ്രാവശ്യം പറയുമ്പോ ചില സമയത്തൊന്ന് തോന്നിയിട്ട് അവരൊന്ന് എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മൾ കുറെ ഉപദേശം കൊടുക്കണേക്കാളും നല്ലതായിരിക്കും. അവരത് വായിച്ചിട്ട് ആ ഒരു കാര്യം അവർക്ക് നമുക്കൊരു പർപ്പസ് ഉണ്ട്, ആ ഒരു നമ്മുടെ പാഷൻ അത് കണ്ടെത്താന്നുള്ളത് ഒക്കെ അവർക്ക് നല്ലൊരു ഇത് കിട്ടും ഇങ്ങനത്തെ ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ. താങ്ക് യു സജ്ന മാം, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി, ഞാനത് വായിച്ച ബുക്കാണ്. പിന്നെ അതിന്റെ മലയാളവും ഇംഗ്ലീഷും വീട്ടിലുണ്ട്. പക്ഷെ അത് ഒന്നുകൂടെ നമുക്കത് ഓർമ്മപ്പെടുത്താൻ ഇന്നത്തെ ക്ലാസ് വളരെ ഉപകരിച്ചു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഇപ്പം മാം പറഞ്ഞതുപോലെ ഞാൻ കുറെ മുമ്പ് വായിച്ചതാണ്. ഇപ്പൊ നമുക്ക് വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മീൻസ് പെട്ടെന്ന് മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയത് ഒരു എന്താ പറയാ ഉണ്ടാവല്ലോ, ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ റിമൈൻഡ് ഇത് വായിച്ചിട്ട് അത് ആ പോയിന്റ് ആയിരുന്നല്ലോ, ലൈക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ ഓർമ്മ വന്ന്. വെരി നൈസ് സെഷൻ. ഇത് ആക്ച്വലി നമ്മള് എന്ന് വെച്ചാ നമ്മള് എന്താ പറയാ, ഈ ഒരു നമ്മുടെ ലൈഫിന്റെ മീനിങ്, ഒരു പേർപ്പസ്, ആ ഒരു ഇതാണല്ലോ മെയിൻലി വരുന്നത് അല്ലെ. ആ ഒരു 4 ആസ്പെക്ട്സ് അതിൽ മെയിൻലി പറയുന്നത്. അതെ അതെ. ആൻഡ് നമ്മുടെ മീൻസ് ഇതിൽ പറയുന്ന മെയിൻ തിങ് പറയുന്നത് നമ്മള് മീൻസ് സന്തോഷം പിന്തുടരുന്നതിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ മീനിങ് ഫുൾ ആയി പോവാ. ആ ഒരു അത് എനിക്ക് അതിൽ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈവൻ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മൾ ആ മീനിങ് ഫുൾ അതിലൂടെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താം. നമ്മൾ എല്ലാവരും ചെയ്യുന്ന എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പിനെസ് തേടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ ഹാപ്പിനെസ് കണ്ടെത്താറില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് അത് റിമൈൻഡ് ചെയ്ത് ആക്ച്വലി അറിയുന്നതാണെങ്കിലും നമുക്ക് ക്ലാസ് കിട്ടുമ്പോഴാണല്ലോ ഒന്നുകൂടെ നമുക്കൊരു ബൂസ്റ്റപ്പ് ആവാം. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നത് നമുക്ക് പൊതുവിലൊരു കണ്ടംനെന്റ്, അതായത് സംതൃപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ കുറവാണ്. നമുക്ക് എന്ത് കിട്ടിയാലും സംതൃപ്തി ആവില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇക്കിഗായി ആക്കി മാറ്റാൻ പറ്റും. അതെ, ആ ബുക്കിൽ മെയിൻ ആയിട്ട് അതാണ് പറയുന്നത്. നമ്മള് ഒരു ചെയ്യുന്ന കാര്യം നമ്മൾ
അത്രയും മൈൻഡ്ഫുൾ ആയിട്ട് ആസ്വദിച്ച് ഇതായിട്ട് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ ഇക്കിഗായി കണ്ടെത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും അല്ലേ? അതെ, അതിലാ അതെ പറയുന്ന 4 കോമ്പിനേഷനും ഒരുമിച്ച് വരാൻ ചെയ്യുന്നിടത്താണ് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇക്കിഗായി നല്ലത്. നമുക്ക് അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് മാത്രം. അതും സ്ഥിരതയോടെ ചെയ്യാന്നുള്ളതാണ് ആ ബുക്ക് പ്രത്യേകം പറയുന്നത്. അതെ അതെ, നമ്മൾ ആ ആ, കൺസിസ്റ്റന്റ് ആവണം. നമുക്ക് ആ അതെ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റന്റ്. കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മള് ആക്ച്വലി മലയാളീസിന്റെ പ്രോബ്ലം തോന്നുന്നു. ബാക്കി ജാപ്പനീസ് എല്ലാവരും ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു ഫ്ലോ അവര് ലൈഫിൽ തന്നെ ഫ്ലോ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടേത് ആ ഒരു ഫ്ലോ പെട്ടെന്ന് അവിടെ ഡിസ്കണക്ട് ആവുന്നു. അതാണ് ഗ്രീഡിയാണ്, ഗ്രീഡി. എല്ലാത്തിനും വീണ്ടും വീണ്ടും ഇനിയും വേണം, ഇനിയും വേണം. അതെ. ഈ ബുക്ക് കുറെ കുട്ടികളൊക്കെ വായിച്ചിട്ടുള്ള ബുക്കാട്ടോ. ഒരുപാട് ഈ 16, 17 ആ ഒരു ഏജിലുള്ള മക്കളൊക്കെ നല്ലോണം വായിച്ചിട്ട് ഉള്ള ഒരു ബുക്കാണിത്. താങ്ക് യു മാം. ശരിക്കും നമ്മുടെ സ്റ്റെഫി മാമിന്റെ ക്ലാസ്സില് അല്ലെ മാം പറയുന്ന ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആളുകളായിട്ട് തോന്നി. അവര് കറക്റ്റ് അല്ലെ അതെ അതെ. ഇത് യൂസ് ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ ശരിക്കും അതിന്റെ ഇതിൽ മനസ്സിലാക്കി അത് ചെയ്ത് അതുപോലെ ലൈഫിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റും ഫുഡ് ഹാബിറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളിത് കേട്ടറിഞ്ഞ് ചെയ്യുന്നു. നമുക്ക് പല ഓപ്ഷനുകളും ഉണ്ടാവും. പക്ഷെ അവരത് ആ രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്തു വന്നിട്ട് സ്റ്റെഫി മാം പറയുന്ന രീതിയിൽ ശരിക്കും അങ്ങനെ ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഇവർക്ക് ശരിക്കും ഇവരുടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ അതെ, നമുക്കപ്പോ അത് നമ്മളിപ്പോ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ജപ്പാനിലെ ആൾക്കാർ അതൊക്കെ ചെയ്തിട്ട് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടി ജീവിക്കുന്ന ആൾക്കാരാണല്ലോ എന്ന് ചിന്തിക്കുമ്പോ നമുക്ക് ഒന്നും കൂടെ ചെയ്യാനായിട്ടുള്ള ഒരു മാം അത് പറയുന്ന സമയത്തെ നമ്മള് ഒരു സിനിമ ഉണ്ടല്ലോ യോധയില് ആ ഒരു വിഭാഗം ആൾക്കാരില്ലേ, അതെ 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 ഏറ്റവും ആ ഒരു കുട്ടിയുടെ ഇതൊക്കെ അവര് ആ ഒരു നേച്ചറായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അതെ അതെ. താങ്ക് യു. ആ ഭക്ഷണത്തിന് മുമ്പ് അവര് പറയുന്ന ആ വേർഡ് ഇവിടെ പറഞ്ഞുതരും. ഞാനൊന്ന് നോക്കിട്ടാ ജപ്പാൻ പഠിച്ചാലോ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു. ജപ്പാനോടൊരു ഇഷ്ടം. അതെ, അതും മുഖത്ത് കാണാനും ഉണ്ട്. ഇത്താടെ ഹിമാസ് ഞാൻ നന്ദിയോടെ തുടങ്ങുന്നു. എന്റെ മോനുണ്ടല്ലോ 5th രണ്ടാവും പഠിക്കണം. അവന് ഒരു ദിവസം എന്റെ അടുത്ത് എന്റെ ഉമ്മച്ചി ഞാനൊരു ആപ്പ് കയറ്റിയിട്ടുണ്ട്, അതില് ജപ്പാന്റെ ഇത് ഞാൻ പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ ഞാനത് വല്ലാണ്ട് സീരിയസ് ആയിട്ട് ആളെ ഇടയ്ക്ക് എന്റെ മൊബൈൽ എടുക്കും. അപ്പൊ ഒരു ഡെയിലി ഉള്ള ഒരു ആപ്പാണ്. എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോ കുറെ വേർഡുകളൊക്കെ ജപ്പാനിലത്തെ കുറെ വേർഡുകൾ ആൾ പഠിച്ചു. എന്നാലും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കണം, ഭാഷയൊക്കെ പഠിക്കണം നല്ലതാണ്. ഇപ്പം സ്കൂളുകളിലൊക്കെ ഈ മുമ്പൊക്കെ നമുക്ക് ഹിന്ദി മലയാളം മാത്രമല്ലേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ജാപ്പനീസ്, ജർമ്മൻ കുട്ടികൾക്ക് റിസോഴ്സ് കൂടുതൽ അവൈലബിൾ ആണ് ഇപ്പം ലാംഗ്വേജ് പഠിക്കാൻ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഏകദേശം 6:29 ആയിട്ടുണ്ട്. എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിലൊക്കെ അറിയിക്കുക. വൈൻഡപ്പ് ചെയ്യാല്ലേ? ഞാൻ ആർക്കൊന്നും പറയാനില്ലല്ലോ.